നമ്മുടെ ബലരാമൻ്റെ മകളാണ് തനുജ എന്നുള്ള കാര്യം സിദ്ധാർത്ഥൻ മറച്ചു വെച്ചതുപോലെ പ്രഭാവതി ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് മനസ്സിലൊരു ഭൂകമ്പം കൊണ്ട് നടക്കുന്നുണ്ട്. ആദ്യമേ തന്നെ മനസ്സിലുള്ള കാര്യം എല്ലാവരോടും തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ദേവികയും നന്ദനും സിദ്ധാർത്ഥനും എല്ലാവരും പ്രഭാവതിയുടെ കൂടെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം സിദ്ധാർത്ഥനൊരു മോശ സമയം വരുമ്പോൾ പ്രഭാവതി കൂടെ നിൽക്കും. അതുപോലെ മക്കൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. ആ സമയത്ത് പറ്റിയ ഒരു അബദ്ധം മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുമായിരിക്കും. ഇത് തുറന്നു പറയാത്തത് കൊണ്ട് തന്നെ പ്രഭാവതിക്കെതിരെ ദേവിക മത്സരിക്കും. തൻ്റെ പുറകിൽ നിന്നും തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് തൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ വന്ന ശത്രുവാണെന്നൊന്നും അവൾക്കറിയില്ലല്ലോ. അവളെ സംബന്ധിച്ച് നന്ദൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അവളുടെ മനസ്സിൽ. അതായത് ഋഷിയെ കാണാൻ വേണ്ടിയിട്ട് വന്നത്. മറ്റൊരു അർത്ഥത്തിലാണ് നന്ദൻ വ്യാഖ്യാനിച്ച് പറഞ്ഞത്. അത് കേട്ട് മനസ്സ് തകർന്നിരുന്നു ദേവിക. ആ സമയത്താണ് നമ്മുടെ പ്രഭാവതി രാത്രിയിൽ ദേവികയെ വിളിക്കുന്നത് ഇലക്ഷന് മത്സരിക്കേണ്ട എന്ന് പറയാൻ. ഒരു കാര്യവും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ദേവിക. നന്ദൻ പറഞ്ഞ കാര്യങ്ങളാണ് മനസ്സിൽ അലട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ദേവിക ശക്തമായിട്ട് പ്രഭാവതിയെ എതിർത്ത് പറയുന്നു. എനിക്കൊരു വ്യക്തിത്വമുണ്ട്. നിങ്ങൾ അമ്മയുടെയും മോൻ്റെയും വർത്തമാനം കേട്ടിട്ട് എൻ്റെ വ്യക്തിത്വത്തെ മാറ്റാൻ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ധ്വനിക്ക് പറഞ്ഞപ്പോഴത്തേക്കും പ്രഭാവതി ആകെ ഷോക്കാവുന്നു. തൻ്റെ മരുമകൾ താൻ പറയുന്നതിന് അപ്പുറം ഒരു മറുവാക്ക് പറയാത്ത മരുമകൾ തന്നോട് എതിർത്ത് സംസാരിക്കുന്നു. അതെല്ലാം അരുന്ധതിയുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കുമെന്ന് പ്രഭാവതിക്ക് ഊഹിക്കാം. അരുന്ധതിയായിട്ട് ഇന്ന് വീട്ടിൽ വന്ന് പറഞ്ഞിരിക്കുന്നു, തനിക്ക് മന്ത്രിയുടെ സഹായം വേണമെങ്കിൽ ഞാനൊരു മന്ത്രിയെ വിലയ്ക്ക് മേടിക്കാനൊന്നും പോത്തില്ല, ഒരു മന്ത്രിയെ തന്നെ ഉണ്ടാക്കിയെടുക്കുമെന്ന്. അതുപോലെ തൻ്റെ കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു മന്ത്രിയാണ് ദേവിക. ഒരു കാരണവശാലും ദേവിക വിജയിക്കാൻ പാടില്ല. ദേവിക മത്സരിച്ച് കഴിഞ്ഞാൽ തൻ്റെ കുടുംബം പിന്നെ താളം തെറ്റിപ്പോകുമെന്ന് പ്രഭാവതിക്ക് മനസ്സിലാകുന്ന ആ സാഹചര്യത്തിൽ ഗിരീഷ് മാഷ് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ഇലക്ഷൻ പ്രചരണത്തിന് ദേവികയ്ക്കെതിരെ സംസാരിക്കേണ്ടി വരും, പ്രവർത്തിക്കേണ്ടി വരും. എന്തുകൊണ്ട് ഗിരീഷ് മാഷിനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിക്കൂടാ? ദേവിക പോലും അറിയാതെ പാർട്ടിക്കാർ വഴിയല്ലേ ദേവികയ്ക്ക് ഇങ്ങനൊരു സ്ഥാനാർത്ഥിത്വം കൊടുത്തത്. അതുപോലെ ഗിരീഷ് മാഷ് പോലും അറിയാതെ അവരുടെ പാർട്ടി വഴി ഗിരീഷിനൊരു അവസരം കൊടുക്കാം. താൻ സ്വാധീനിച്ചാൽ ഇപ്പോഴും ആ പാർട്ടിയിലെ ചിലരൊക്കെ തൻ്റെ വാക്ക് കേൾക്കും. മാത്രമല്ല ദേവിക വിജയിക്കരുത്. ഗിരീഷ് മാഷും ഇലക്ഷന് നിൽക്കാനും ഒരു പൊതുപ്രവർത്തകനാകാനുള്ള എല്ലാ യോഗ്യതയുള്ള ഒരു പയ്യൻ തന്നെയാണ്. അങ്ങനെയൊക്കെ മനസ്സിൽ ഓരോ തോന്നൽ വരുന്നുണ്ട്. അതേ തുടർന്ന് എന്തായാലും സിദ്ധാർത്ഥനോ ദേവികയോ മറ്റാരും അറിയാതെ അടിക്കൂടെ നമ്മുടെ പ്രഭാവതി ഗിരീഷ് മാഷിന് എങ്ങനെയെങ്കിലും ഇലക്ഷന് സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ ഒരവസരം ഉണ്ടാക്കി കൊടുക്കും. ഒന്നാമത് എതിർ പാർട്ടിക്ക് ദേവികയാണ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് എന്നറിഞ്ഞപ്പോൾ ദേവികയുടെ സ്വഭാവശുദ്ധി ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതുകൊണ്ട് അതിനോട് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെ തങ്ങളുടെ പാർട്ടിയിലും നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പിടിച്ചു നിർത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ പാർട്ടി തോൽക്കുമെന്നുള്ള ഭയത്തിൽ നിൽക്കുന്ന ആ സമയത്താണ് പ്രഭാവതി നല്ലൊരു സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിക്കുന്നത്. അതേസമയം അവസാന ശ്രമം എന്ന രൂപത്തിൽ പ്രഭാവതി ദേവികയെ കാണാനായിട്ട് ദേവികയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പ്രഭാവതിയെ കണ്ടതും രാധികയും ശാരികയും ഓടി വന്ന് സ്വീകരിച്ച് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. കുടിക്കാൻ ചായയോ കാപ്പിയോ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പം ഒന്നും വേണ്ട, ഞാൻ ദേവികയെ കണ്ട് കുറച്ച് കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അന്നേരം ദേവികയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നു. എനിക്കറിയാം ആൻറ്റി എന്താ പറയാൻ പോകുന്നതെന്ന്. വേണ്ട ആൻറ്റി, എനിക്ക് ആദ്യം ഇലക്ഷൻ നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ പൂർണ്ണ സമ്മതത്തോടെ തന്നെയാണ് ഇലക്ഷന് നിൽക്കുന്നത്. ആര് വിചാരിച്ചാലും അതിൽ ഇനിയൊരു മാറ്റം ഉണ്ടാകില്ല, നന്ദു വിചാരിച്ചാൽ പോലും. അപ്പം ഈ അമ്മ പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലേ? അയ്യോ ആൻറ്റി ധിക്കരിക്കുവാണെന്ന് തോന്നിയേ ചെയ്യരുത്. ഞാൻ ഈ ഇലക്ഷന് നിൽക്കണമെന്നുള്ളത് ഒരുപാട് പേരുടെ ആഗ്രഹവും സ്വപ്നമാണ്. ഞാനായിട്ട് അത് തല്ലിക്കെടുത്തത്തില്ല. നിൻ്റെ ഭർത്താവിനും എനിക്കും ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് നീ ഇലക്ഷന് നിൽക്കുന്നത്? എന്നെ മാത്രം ഉദ്ദേശിച്ച് പ്രചരണത്തിന് ഇറങ്ങി നടക്കുന്ന മറ്റൊരാളും കൂടി ഉണ്ട്, എൻ്റെ അച്ഛൻ, അതായത് സിദ്ധാർത്ഥൻ സാറിനെ ഇനി വിഷമിപ്പിക്കാൻ എന്നെയും കൊണ്ടാകില്ല എന്നൊക്കെ പറയുമ്പം പ്രഭാവതി പിന്നൊന്നും പറയാൻ നിൽക്കുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അത് കണ്ടിട്ട് രാധിക പറയുന്നു, അയ്യോ മേഡം, ഒരു ചായ പോലും കുടിക്കാതെ ഇറങ്ങിപ്പോകുവാണല്ലോ, കുഴപ്പമില്ല പിന്നീടാകാം എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അങ്ങ് കലിപ്പിച്ചിറങ്ങി പോകുന്നു. അന്നേരം ശാരിക വന്ന് ദേവികയോട് പറയുന്നുണ്ട്, എന്നാലും ചേച്ചി ആൻറ്റിയോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു, ആൻറ്റിക്ക് വിഷമമായിട്ടുണ്ട്, ആ മുഖം കണ്ടാൽ അറിയത്തില്ലേ, നീയും കൂടെ പറഞ്ഞിട്ടില്ലേ ഞാൻ ഇലക്ഷന് നിൽക്കണം, മത്സരിച്ച് വിജയിക്കണമെന്നൊക്കെ. എൻ്റെ അഭിപ്രായത്തിന് ഞാനൊരു വിലയും കൊടുത്തിട്ടില്ല ഇന്ന് വരെ. പക്ഷേ ഇനി മുതൽ അങ്ങനല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട്. മറ്റുള്ളവരുടെ താളത്തിന് തുള്ളി നമ്മളെ ആർക്കും ഒരു വിലയില്ല.
എന്നാൽ ദേവികയുടെ ഈ പെരുമാറ്റമൊന്നും രാധികയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കുടുംബജീവിതത്തിനപ്പുറമല്ല പാർട്ടിയും സ്ഥാനാർത്ഥിയും MLAയും ഒന്നും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പോഴേ നന്ദൻ എന്തോ തെറ്റിദ്ധാരണ നിൻ്റെ മേലുണ്ട്. ഇനി പ്രഭാവതി മേഡത്തിനെയും കൂടി വെറുപ്പിച്ച് അത് കൂട്ടരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. ഒരമ്മയെ സംബന്ധിച്ച് മകളുടെ ദാമ്പത്യ ജീവിതത്തിനപ്പുറം മറ്റൊരു സുഖസൗകര്യങ്ങളും അവരാഗ്രഹിക്കത്തില്ല. മകൾ സന്തോഷത്തോടെ കുടുംബമായി ജീവിക്കുന്നത് കാണാനാ ഏതമ്മമാരും ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചങ്ങ് പോകുമ്പോൾ ദേവികയും ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ അരുന്ധതിയാണെങ്കിൽ ദേവികയെ വിളിക്കുന്നുണ്ട്. ഇലക്ഷൻ പ്രചരണത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ദേവികയുടെ സൗണ്ടിലുള്ള മാറ്റം പെട്ടെന്ന് അരുന്ധതി മേഡത്തിന് മനസ്സിലായിട്ട് കാര്യം തിരക്കുമ്പം ദേവിക പറയുന്നു, ആൻറ്റി ഇപ്പം വന്നിരുന്നു, ഞാൻ ഇലക്ഷന് മത്സരിക്കണ്ട എന്ന് പറയാനായിട്ട്. ഓ, അങ്ങനെ സംഭവിച്ചോ? പ്രഭാവതി മേഡം ഇതുവരെ അറിഞ്ഞില്ലായിരുന്നോ ദേവിക സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന കാര്യം? പെട്ടെന്ന് എന്ത് പറ്റി? അറിയില്ല. ദേവിക അപ്പം ഇലക്ഷന് നിൽക്കുന്നില്ല? ഇനി നിൽക്കുന്നു എന്ന് ദേവിക പറയുമ്പം അരുന്ധതിക്ക് സന്തോഷമാകുന്നുണ്ട്.